വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇപ്പൊ ഈ പോളിംഗ് ശതമാനത്തിന്റെ കൂടുതൽ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പോളിംഗ് ആരെയാണ് കൂടുതൽ ശക്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കടക്കം അതിന് പല നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത്രയധികം പോളിംഗ് ഉണ്ടായ സാഹചര്യത്തിൽ, 78% പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത്, ഏത് മുന്നണിയാണ് ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് പോലും നിശ്ചയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ടൊരു മൂന്നാമത്തെ ഫോഴ്സായി 30 മണ്ഡലങ്ങളിൽ BJP ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ BJPയുടെ ഈ ഉയർച്ച ഏത് മണ്ഡലത്തെയാണ്, ഏത് മുന്നണിയാണ് ഡാമേജ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മെയ് 4 വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവരെല്ലാം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം പോളിംഗ് ശതമാനം ഏറ്റവും 80% ആയപ്പോഴും കേരളത്തിലായപ്പോഴും ഒരു തവണ മാത്രമേ ആയിട്ടുള്ളൂ. ഈ 16 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരേ ഒരു തവണ മാത്രമാണ് പോളിംഗ് ശതമാനം ഒരു തവണ ആയിട്ടുള്ളത്, 80% മുകളിൽ കടന്നിട്ടുള്ളത്. അപ്പോൾ LDF ആണ് ഭരണത്തിൽ വന്നത്. ഏറ്റവും കുറവ് ഉണ്ടായിട്ടുള്ള സമയത്തും LDF തന്നെയാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് പ്രവചനാതീതമാണ് എന്നാണ് ഇവരുടെ ജാള്യത മറയ്ക്കാനായിട്ട് പറയുന്നത്. അപ്പോഴും ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ 30 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുകയാണ്. BJP ഒരു വലിയ ഫോഴ്സാണ്. അവർ ഏത് മുന്നണിയാണ് ഡാമേജ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നവർ പറയാനായിട്ട് തയ്യാറല്ല. എങ്കിലും ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 80%-ലധികം പോളിംഗ് നടന്ന പല മണ്ഡലങ്ങളുടെയും ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. 44 മണ്ഡലങ്ങളിലാണ് 80%-ലധികം പോളിംഗ് നടന്നിട്ടുള്ളത്. അഭൂതപൂർവമായിട്ടുള്ള പോളിംഗ് എന്നാണ് ഇവർ പറയുന്നത്. ഇത് വലിയ ചരിത്രമാണ്. പോരാത്തതിന് അമ്പലപ്പുഴയിൽ, അഭിചേട്ടന്റെ മണ്ഡലമായിട്ടുള്ള അമ്പലപ്പുഴയിൽ 80.75% വോട്ട് പോൾ ചെയ്തു. ഇവിടെ UDF-ഉം BJP-യും തമ്മിലൊരു ഡീലുണ്ട് എന്നാണ് CPM ഇപ്പൊ തന്നെ ആരോപിച്ചിരിക്കുന്നത്. കാരണം അവരുടെ തോൽവിയിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പോരാത്തതിന് നമ്മുടെ ഇപ്പോഴത്തെ പിണറായി സർക്കാരും ഇപ്പോൾ അവർക്ക്, സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ തോക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ വനവാസത്തിന് പോകുന്ന സതീശൻ പറഞ്ഞു. പക്ഷേ അതിനെക്കാട്ടിലും കോൺഫിഡൻസ് ആണ് ഇവിടെയുള്ള LDF-കാർക്ക് തോക്കും എന്നുള്ളതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പോളിംഗ് 80% കഴിഞ്ഞ മണ്ഡലത്തിൽ കൂടുതലും BJP ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ്. 2020 മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിലാണ് 40% പോളിംഗ് കഴിഞ്ഞതെന്ന് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ്. കാട്ടാക്കട, നേമം, ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ, ചേർത്തല, ആലുവ, കൊച്ചി, കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, തൃപ്പൂണിത്തറ, പെരുമ്പാവൂർ, കുന്നത്തുനാട്, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബാലുശ്ശേരി, ഏലത്തൂർ, കൊടുവള്ളി, കുറ്റ്യാടി, പേരാമ്പ്ര, തിരുവമ്പാടി, ബേപ്പൂർ, കുന്നമംഗലം, കൊണ്ടോട്ടി, ഏറനാട്, വള്ളിക്കുന്ന്, പെരിന്തൽമണ്ണ, വണ്ടൂർ, മലപ്പുറം, മങ്കട, മഞ്ചേരി, കോങ്ങാട്, നെന്മാറ, പാലക്കാട്, മലമ്പുഴ, മണ്ണാർക്കാട്, ചിറ്റൂർ, തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂർ, പയ്യന്നൂർ, കൽപ്പറ്റ, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലാണ് 80% പോളിംഗ് കടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് BJPക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഇതൊരു UDF തരംഗത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്? ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതല് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം പറയുന്നുണ്ട്. അന്നും അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലെയും അത് തന്നെ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJP ഒരു കറുത്ത കുതിരകളായി മാറും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, നമ്മൾ ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമെന്ന് ആദ്യം റിപ്പോർട്ട് എടുക്കുന്ന ഒരു ചാനലിലൊന്നും നമ്മുടേതായിരുന്നു. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. 30 മണ്ഡലങ്ങൾ ജയിക്കുമെന്നല്ല പറഞ്ഞത്. 30 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം, അതിൽ 9 മുതൽ 12 സീറ്റ് വരെ നേടാം. അത് അവിടുത്തെ BJPയുടെ പ്രവർത്തനം എന്താ അവസാന നിമിഷത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ വിശകലനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കിട്ടിയ ഒരു സാധ്യത വെച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ആ വോട്ടുകളുടെ എണ്ണം കൂടി വന്നിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 70,000 വോട്ട് വേണം. 70,000 വോട്ട് പിടിച്ചെങ്കിൽ മാത്രമേ മഞ്ചേശ്വരത്ത് ജയിക്കാൻ കഴിയൂ. പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്ക് 55,000 വോട്ട് പിടിക്കണം. തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ സ്ഥാനാർത്ഥിക്ക് ജയിക്കണമെങ്കിൽ 42,000 വോട്ട് പിടിക്കണം. നെടുമങ്ങാട് സ്ഥാനാർത്ഥിക്ക് ജയിക്കണമെങ്കിൽ 52,000 വോട്ട് പിടിക്കണം. 42,000 വോട്ട് പിടിച്ചാൽ മതി വട്ടിയൂർക്കാവിലെ കാര്യങ്ങൾ ക്ലിയർ ആകാനായിട്ട്. ഇങ്ങനെ പോകുന്നു ഇതിന്റെ വോട്ടിന്റെ കണക്ക്. അപ്പൊ നമുക്ക് വോട്ടുകളുടെ കണക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ എണ്ണുന്ന സമയത്ത് തന്നെ എത്ര വോട്ടിലാണ് ലീഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേനും ആര് ജയിക്കുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാനും കഴിയും. ഇതിങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ എങ്ങനെയാണ് BJP ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, BJP ശക്തമായി മത്സരിക്കുന്നത്, അതായത് അവരുടെ വിന്നിംഗ് പൊസിഷനിലുള്ള മണ്ഡലങ്ങളല്ല, അല്ലാതെ അവർ ശക്തമായി മത്സരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള, പത്തനംതിട്ട, കോന്നി, റാന്നി ഇവിടങ്ങളിലെല്ലാം BJPക്ക് ശരാശരി 25,000-ന് അടുത്തോ അതിന് മുകളിലോ വോട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തർത്ഥത്തിലായിരിക്കും കൂടിയ? 2 കാര്യത്തിൽ അവർക്ക് കൂടാൻ സാധ്യതയുള്ളൂ. ഒന്ന്, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനം ചെയ്യുന്ന വോട്ടായിട്ട് വേണം കരുതാൻ. അല്ല എങ്കിൽ
ഭരണവിരുദ്ധ വികാരം. അപ്പോൾ ഈ UDF പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ വടക്കൻ മേഖലയിലെ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളിലൊക്കെ സത്യമായിരിക്കാം. അതല്ലാതെ ഈ തെക്കൻ മേഖലയിലും മധ്യമേഖലയിലും അത് പൂർണ്ണമായി സത്യമാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഭരണവിരുദ്ധ വികാരത്തിന്റെ 1% വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ BJP ആ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു നാരോ എഡ്ജിലൂടെ CPM-ന് വീണ്ടും കുറച്ച് സീറ്റ് കൂടുതൽ നേടാൻ, അവർ തുടർഭരണം വരുമെന്നല്ല പറഞ്ഞത്, കുറച്ച് കൂടുതൽ സീറ്റ് കൂടുതൽ നേടാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ അമ്പലപ്പുഴയുടെ കാര്യം വരുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. അവിടെ CPM-ന് ഇത്തരത്തിലുള്ള വോട്ടുകൾ ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല. കാരണം G. സുധാകരൻ അമ്പലപ്പുഴയെ സംബന്ധിച്ച് ഒരു വികാരമാണ്, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്, എല്ലാ ജാതി മതങ്ങളെ സംബന്ധിച്ചും. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു കേസാണ്. പക്ഷെ രാഷ്ട്രീയപരമായി മത്സരം നടക്കുന്നത് ഈ തൃശ്ശൂരത്തെ മണ്ഡലങ്ങളായാലും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളായാലും കൊല്ലത്തെ മണ്ഡലങ്ങളായാലും ഒക്കെ BJPക്ക് ഏതാണ്ട് 83 മണ്ഡലങ്ങളിൽ അവർക്ക് ഏതാണ്ട് 15,000-ന് മുകളിൽ വോട്ടുള്ള മണ്ഡലങ്ങളാണ്. 93 മണ്ഡലങ്ങൾ അവർക്ക് ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ട് എങ്ങനെയായിരിക്കും ഇത്? കാരണം ഇത് എല്ലായിടത്തും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടായിരിക്കണമെന്നില്ല. ചിലയിടത്ത് MLA-യോടുള്ള വിരോധം കൊണ്ടും BJPക്ക് വോട്ട് കൂടാം, MLA-യുടെ കയ്യിരിപ്പ് ശരിയല്ലെങ്കിലും BJPക്ക് വോട്ട് കൂടാം. അങ്ങനെ പലയിടത്തും പല ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് BJP ആണ് കേരളത്തിൽ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ BJP ശക്തമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒരു ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കേരളത്തിന്റെ ഭരണം മാറി പറയുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇപ്പൊ BJP പറയുകയാണ്, ശരി, നമ്മുടെ ജയിക്കുന്ന സ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം LDF-ന് ചെയ്യൂ, ഇല്ലെങ്കിൽ UDF-ന് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേക്കാരും മാളത്തിൽ ഒളിക്കേണ്ടി വരും, മാധ്യമപ്രവർത്തകരും മാളത്തിൽ ഒളിക്കേണ്ടി വരും, എല്ലാവരും മാളത്തിൽ. കാരണം BJP ആണ് കേരളത്തിലെ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്ന ഒരു കക്ഷിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഈ കേരളത്തിലെ ഈ വടക്കൻ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന സീറ്റ് മാത്രം കൊണ്ട് 100 സീറ്റോ അല്ലെങ്കിൽ 80 സീറ്റോ 90 സീറ്റോ കിട്ടുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പണ്ടായിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു, കാരണം ഇടതും വലതും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഭരണവിരുദ്ധ വികാരം ഇപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള ആ ഭരിച്ചവര് മോശമാകും, ഇപ്പുറത്ത് കൊടുക്കും. ഇപ്പം 2 ഭാഗമല്ല, നടുക്കൊരു കക്ഷി കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം. അത് പല മണ്ഡലങ്ങളിലും പ്രകടമാകുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിൽ അവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കോഴിക്കോട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും, സൗത്തിൽ നോർത്തിലും അടക്കം എല്ലാ മണ്ഡലങ്ങളിലും BJP നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അവിടെ അവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടായിരിക്കും ചോർത്തുന്നത്? ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭരണവിരുദ്ധ വികാരം, അതിന്റെ വോട്ടിന്റെ ഒരു ഭാഗം BJPക്ക് കിട്ടും. 2, ഇനി അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും അവിടുത്തെ MLA, ഈ LDF-ന്റെ MLA കുറച്ച് മിടുക്കനാണെങ്കിൽ, അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു ജനകീയനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരം ഏക്കില്ല. അതുകൊണ്ടാണല്ലോ CPM ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അവരുടെ എല്ലാ MLA-മാർക്കും സീറ്റ് കൊടുത്തു. കാരണം ഈ MLA-മാർ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ MLA-ക്ക് ഓപ്പണായിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയും, ആ വോട്ട് അവർക്ക് നേടാനും കഴിയും. അപ്പം ഈ ഒരു സാഹചര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ന്യൂനപക്ഷം വോട്ട് സംഘടിച്ചതുപോലെ തന്നെ ഭൂരിപക്ഷത്തിനിടയിലുള്ള ചില സമുദായങ്ങളുടെ വോട്ടുകളും ചിലയിടങ്ങളിലെങ്കിലും സംഘടിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ വോട്ടുകൾ കേരളത്തിൽ വ്യാപകമായിട്ടൊന്നും സംഘടിച്ചിട്ടൊന്നുമില്ല, ചിലയിടങ്ങളിൽ അത് സംഘടിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ SDPI കണക്കുള്ള സംഘടനകൾ ഭരണത്തിൽ വരുമെന്നൊരു ഭീതി തെക്കൻ ജില്ലകളിൽ വളരെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളതുമാണ്. സംഘടിത ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇത്തവണ പരസ്യമായി തന്നെ UDF-ന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. സ്വാഭാവികമായതിന് ഇപ്പുറത്തേക്ക് ഒരു പോളറൈസേഷൻ, അത് വളരെ വലിയ രീതിയിലായിട്ടല്ല വന്നിരിക്കുന്നത്, വളരെ ചെറിയ രീതിയിൽ. കേരളത്തിലെ ഒരു പ്രത്യേകത വെച്ചാൽ കുറഞ്ഞ പക്ഷം ഒരു 5000 വോട്ടിന് താഴെ ജയിക്കുന്ന അനവധി മണ്ഡലങ്ങളുണ്ട്. ആ 5000 വോട്ടിന് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന ഒരു 10,000 വോട്ടാണെങ്കിൽ ഇവരുടെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റിപ്പോവും. ഇപ്പോ ഇന്നലെ വൈകുന്നേരം CPM ഈ അമ്പലപ്പുഴയിൽ പറഞ്ഞ കാര്യം 5000 വോട്ടിന് CPM ജയിക്കുമെന്ന് പറഞ്ഞു. ആ CPM തന്നെ ഇന്ന് മാറ്റി പറയുന്നു G. സുധാകരനാണ് സാധ്യത, ഇല്ലെങ്കിൽ ഇനി ആര് ജയിച്ചാലും 2000 വോട്ടിനെ വരൂ. അവിടെ അവർ പറയുന്ന ഒരു കാര്യം BJP വോട്ടുകളാണ് പറയുന്നത്. BJP വോട്ടുകൾ സുധാകരനിലേക്ക് പോയി എന്നാണ് അവർ പറയുന്നത്. BJP വോട്ട് പിടിച്ചാൽ LDF ജയിക്കും, BJP വോട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ജയിക്കുമെന്നുള്ള നിലയിലേക്ക് മാറി. അതായത് ക്രോസ് വോട്ട് ചെയ്തിട്ട് BJP തോൽപ്പിക്കാൻ നടന്നവരിന്ന് BJPയുടെ വോട്ടുകളെ ഭയക്കുന്ന ഒരു കാലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പണ്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യം BJP വോട്ട് വിറ്റു, BJPയുടെ വോട്ട് വാങ്ങിച്ചു എന്നാണെങ്കിൽ ഇന്നിപ്പോ BJP വോട്ട് വാങ്ങിക്കുന്ന കഥകളാണ് ഇന്നും കേൾക്കാൻ കഴിയുന്നത്. അതായത് ക്രോസ് വോട്ടിങ്ങിന്റെ ഇടയിലേക്ക് ഒരു ബദലായിക്കൊണ്ട്, ഇല്ലെങ്കിൽ അതിനെ തടയുന്നൊരു പവറായി BJP എത്തി എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ അസസ്മെന്റ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയ മണ്ഡലങ്ങൾ കാണിക്കുന്നതും. അതിനകത്ത് BJP ത്രികോണ മത്സരം നടത്തുന്ന മണ്ഡലങ്ങൾ നമ്മൾ പറയുന്നില്ലല്ലോ അവിടെ എല്ലാം BJP ജയിക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ശക്തമായി BJP മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, ചെങ്ങന്നൂര്, പത്തനംതിട്ടയിലേക്ക് വന്ന ആറന്മുളയുണ്ട്, തിരുവല്ലയുണ്ട്,
പാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലയും പൂഞ്ഞാറും മാത്രമല്ല, കാഞ്ഞിരപ്പള്ളിയിൽ ശ്രീമാൻ ജോർജ് കുര്യൻ മത്സരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ വലിയ മത്സരമാണ് നടക്കുന്നത്, വൈക്കത്ത് വലിയ മത്സരമാണ് നടക്കുന്നത്, എറണാകുളത്തേക്ക് വന്ന തൃപ്പൂണിത്തറയും കുന്നത്തുനാടും ഇപ്പൊ പറഞ്ഞ തൃക്കാക്കരയും അടക്കം വലിയ മത്സരമാണ് നടക്കുന്നത്. എറണാകുളത്ത് പോലും പ്രോപ്പർ അത്യാവശ്യം PR ശിവശങ്കരനാണ്, അദ്ദേഹം നല്ല മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. തൃശ്ശൂരേക്ക് വരുമ്പോൾ അനവധി മണ്ഡലങ്ങളുണ്ട്, നാട്ടികയും പിന്നെ തൃശ്ശൂരും മണലൂരും ഒക്കെ അവർ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഗുരുവായൂർ പോലും വലിയൊരു പെർഫോമൻസ് ഗോപാലകൃഷ്ണൻ നടത്താൻ പറ്റും. അതായത് ഗോപാലകൃഷ്ണൻ ഒരു 10,000 വോട്ട് കൂടുതൽ പിടിച്ചാൽ പോലും അവിടെ അത് ആരെ തുണയ്ക്കുമെന്നുള്ള ഒരു ആശങ്ക മുന്നണികൾക്ക് ഉണ്ടാകും. അയ്യോ, അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ LDF നെയാണോ തുണയ്ക്കുന്നത് അല്ലെങ്കിൽ UDF നെയാണോ തുണയ്ക്കുന്നത്, ഒരു സംശയം അവിടെ ഉണ്ടാവും. ഇത് തന്നെയാണ് കോഴിക്കോട്. മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ BJP ശക്തമല്ലാത്ത ഇടമെന്ന് പറയാം. പിന്നെ കണ്ണൂരെ ചില മേഖലകളിലും BJP ശക്തമല്ല. അവിടങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം തന്നെ ഇത് മുന്നണികൾക്ക് ഒരു ടെൻഷനാണ്. ഇത് ആരുടെ വോട്ടാണ് പിടിച്ചു മാറുക? കാരണം BJP സംബന്ധിച്ച് അവർക്ക് ബേസ് വോട്ട് എന്നത് കുറവാണ്. അപ്പൊ അവർക്ക് എവിടുന്നേലും വോട്ട് കിട്ടിയെങ്കിൽ അവർക്ക് വോട്ട് കൊടുത്തുള്ളൂ. ആ വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നേരത്തെ അരിവാൾ ചെയ്തവരോ കൈപ്പത്തി ചെയ്തവരോ ആയിരിക്കണം. അത് ആര് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പൊ BJPക്ക് ഇപ്പൊ കൃത്യമായിട്ടൊരു 20,000 വോട്ട് എല്ലാ മണ്ഡലത്തിലുണ്ടെങ്കിൽ അത് BJPക്ക് പ്രതീക്ഷിക്കാം. 20,000 വോട്ട് താമരയ്ക്ക് വീഴും എന്ന് പ്രതീക്ഷിക്കാം. അതിന് മുകളിൽ വരുന്ന വോട്ട് അവർക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിന് മുകളിൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ ബൂത്ത് വൈസ് നോക്കി കഴിയുമ്പോൾ ഏത് മേഖലയിൽ നിന്നാണ് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എവിടെ നിന്ന് വരുന്നതാണെന്നുള്ള കാര്യത്തിൽ രണ്ട് മുന്നണികൾക്കും കൺഫ്യൂഷനാണ്. BJP സംബന്ധിച്ച് എവിടെ നിന്ന് വോട്ട് വന്നാലും അവരുടെ വോട്ട് കൂടുക എന്നുള്ള ആഹ്ലാദമുണ്ട്. ഇതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ തല പുണ്ണാക്കുന്നവർ ആലോചിക്കേണ്ട കാര്യം, കേരളത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ, അതായത് ഈ സ്ഥാനാർത്ഥികൾ നല്ലതായിട്ടുള്ള ചില ഇടങ്ങളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ, അല്ലെങ്കിൽ BJP വളരെ ദുർബലമായിട്ട് പ്രവർത്തിക്കുന്ന ചില മേഖലകളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വോട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. BJP വളരെ ദുർബലമായിട്ട് പ്രവർത്തിച്ച ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. സ്ലിപ്പ് എഴുതാത്ത, ബൂത്തുകളിൽ പോകാത്ത, ബൂത്ത് ഇല്ലാത്ത ഒരുപാട് മണ്ഡലങ്ങൾ ഇത്തവണയും കേരളത്തിലുണ്ട്. ആ മണ്ഡലങ്ങളൊന്നും പ്രതീക്ഷ കൈവെക്കാൻ പറ്റില്ല. 140 മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ വോട്ടുകളും നിർണായകമാണ്. അവിടെ BJP പിടിക്കുന്ന വോട്ടുകളല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്, BJPയുടെ കയ്യിൽ നിന്ന് പോകുന്ന വോട്ടുകളായിരിക്കണം അവിടെ പേടിക്കേണ്ട കാര്യങ്ങൾ. ഈ മുന്നണികൾ ഇവിടെയൊക്കെ പിടിക്കുന്ന വോട്ടുകളാണെങ്കിൽ അവിടെ പോകുന്ന വോട്ടുകളും ഭയക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ടാണ് 83 മണ്ഡലങ്ങളുടെ കഥ നമ്മൾ തുടക്കത്തിലെ ആദ്യം പറഞ്ഞിരുന്നപ്പോൾ 83 മണ്ഡലങ്ങളിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതുകൊണ്ട് തന്നെയാണ്.